കഴിഞ്ഞ 2 മാസം തന്നെ വലിയ നിലയ്ക്കുള്ള വരുമാന വർധന കേരളം രേഖപ്പെടുത്തിയതും നമ്മൾ കണ്ടതാണ്. ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് 1 ലക്ഷം കോടിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്വപ്ന പരിപാടിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ ഉന്നമിടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പായതിലൂടെ ഇന്ന് മാരിടൈം എക്കണോമിയിൽ കേരളം വലിയ സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ വി.ഡി. സതീശൻ ഗവൺമെന്റ് സഹായമില്ലാതെ തന്നെ നിലവിൽ മാരിടൈം ഭൂപടത്തിൽ കേരളം അടയാളപ്പെട്ട് കഴിഞ്ഞു. വിഴിഞ്ഞം ഇന്ന് വലിയ നിലയ്ക്കുള്ള പുരോഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ ഭാവി സമ്പദ് വ്യവസ്ഥയെ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിഴിഞ്ഞം മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ചില ഗിമ്മിക്കുകൾ ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്ന് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നത്.